ഏറ്റവും കൂടുതൽ സാധാരണയായി ചെയ്തു വരുന്ന ഒരു ഓപ്പറേഷനാണല്ലോ ഹെർണിയയുടെ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഒട്ടുമിക്ക ഹെർണിയ ഓപ്പറേഷൻസും നമ്മൾ പ്ലാൻ ചെയ്ത് ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടാണ് ചെയ്യാറ്, അറിയാമല്ലോ. അത്തരം നമ്മൾ മുൻകൂട്ടി ഡേറ്റ് തീരുമാനിച്ച് ചെയ്യുന്ന ശസ്ത്രക്രിയയുടെ പേരാണ് ഇലക്റ്റീവ് സർജറി എന്ന് പറയും. ഹെർണിയ എന്ന രോഗം സ്ഥിരീകരിച്ച് ശസ്ത്രക്രിയക്ക് തയ്യാറെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചൊരു സൂചനയാണ് ഞാൻ ഇവിടെ സംസാരിക്കാൻ പോകുന്നത്. ഒന്നാമതായി, ഹെർണിയ ഡയഗ്നോസ് ചെയ്യാൻ നമുക്ക് സ്കാനിങ്ങിൻ്റെ ആവശ്യമില്ല, പരിശോധനയിലൂടെ തന്നെ മനസ്സിലാവും. എന്നാലും ശസ്ത്രക്രിയക്ക് മുമ്പായിട്ട് വയറിൻ്റെ ഒരു സ്കാൻ ചെയ്യുക എന്നുള്ളത് ഒരു ഉചിതമായ ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. ഉദാഹരണമായിട്ട് വലത്തെ കാലിലുള്ള ഹെർണിയ ആണെങ്കിൽ സ്കാൻ ചെയ്യുമ്പോൾ ഇടത്തെ സൈഡിലെ ഹെർണിയ ഉണ്ടോ ഇല്ലേ എന്നറിയാം. അതുപോലെ തന്നെ വേറെ എവിടെയെങ്കിലും ഇതിൻ്റെ കൂടെ നമ്മൾ അറിയാത്ത ഹെർണിയ കിടക്കുന്നുണ്ടോ എന്നറിയാം. അത് ഒരു കാര്യം. രണ്ടാമതായി, മറ്റെന്തെങ്കിലും രോഗങ്ങൾ വയറിൻ്റെ അകത്തുണ്ടോ, ഉദാഹരണമായിട്ട് പിത്തസഞ്ചിയിൽ കല്ല്, അപ്പൻഡിക്സിൻ്റെ പഴുപ്പ്, അല്ലെങ്കിൽ മൂത്രക്കല്ല്, കിഡ്നിയിൽ കല്ല്, അതുപോലെ പ്രോസ്റ്റേറ്റിൻ്റെ വീക്കം, ഇങ്ങനെ ഒരുപാട് രോഗങ്ങൾ നമുക്ക് ലക്ഷണങ്ങളില്ലാതെ നമ്മുടെ വയറ്റിനുള്ളിൽ ഉണ്ടാവാം ചിലപ്പോൾ. അപ്പം അങ്ങനെയുള്ള അസുഖങ്ങൾ വല്ലതും ഉണ്ടോ എന്ന് മുൻകൂട്ടി അറിയാൻ കഴിയും. അത് അറിഞ്ഞുകൊണ്ട് എന്താണ് ഫലം എന്ന് വെച്ചാൽ, ചില സർജറികൾ നമുക്ക് ഈ ഹെർണിയയുടെ മുമ്പായിട്ട് ചെയ്യേണ്ടി വരും. ഇത്രയും രോഗങ്ങൾ ഉണ്ടെങ്കിൽ ചിലത് ഈ ഹെർണിയയുടെ ശസ്ത്രക്രിയയുടെ കൂടെ ചെയ്യാൻ പറ്റും, ചിലത് അത് കഴിഞ്ഞിട്ട് ചെയ്താൽ മതി, പിന്നീടൊക്കെ മാറ്റിവെക്കാം. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ധാരണ ഉണ്ടാക്കി വെക്കാൻ ഒരു വയറിൻ്റെ സ്കാൻ ഉചിതമായിരിക്കും. രണ്ടാമതായി, സ്ഥിരമായി പുകവലിക്കുന്ന ആളുകളാണെങ്കിൽ ഹെർണിയ ഓപ്പറേഷന് ചുരുങ്ങിയതൊരു 3 ആഴ്ച മുമ്പെങ്കിലും പുകവലി നിർത്താൻ വേണ്ടി ശ്രദ്ധിക്കണം. അത് രണ്ടുണ്ട് ഗുണം. ഒന്ന്, അനസ്തീഷ്യ കൊടുക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസൊക്കെ പുകവലിയുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങൾ വരാം. അതുകൊണ്ട് പുകവലി നിർത്തിക്കഴിഞ്ഞാൽ അതിലെല്ലാം ഒരുപാട് ഗുണങ്ങളുണ്ടായിരിക്കും. രണ്ടാമതായി, ഹെർണിയ വീണ്ടും വരുന്നതിന് ഒരു കാരണം പുകവലിയാണ്. ശസ്ത്രക്രിയ കഴിഞ്ഞ് കുറച്ച് കാലങ്ങൾ കഴിഞ്ഞ് വീണ്ടും ഹെർണിയ വരുന്നതിൻ്റെ ഒരു റീസണായിട്ട് പറയുന്നത് പുകവലിയാണ്. അപ്പോൾ ആ ഒരു ദുശ്ശീലം സ്റ്റോപ്പ് ചെയ്യാനൊരു അവസരമായിട്ടും ഈ ഹെർണിയ ശസ്ത്രക്രിയയെ കാണാം. ഈ 2 കാര്യങ്ങൾ കൊണ്ട് തന്നെ പുകവലി നമുക്ക് നേരത്തെ തന്നെ സ്റ്റോപ്പ് ചെയ്താൽ നന്നായിരിക്കും. മൂന്നാമതായി, ശരീരത്തിൻ്റെ ഭാരം, പൊണ്ണത്തടി. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഹെർണിയ ശസ്ത്രക്രിയക്ക് തയ്യാറെടുക്കുമ്പോൾ ഓപ്പറേഷൻ മുമ്പായിട്ട് തന്നെ മൈൽഡായിട്ടുള്ള എക്സസൈസും ഡയറ്റിങ്ങും ചെയ്തുകൊണ്ട് ഒരു 10% എങ്കിലും വെയിറ്റ് കുറച്ചാൽ നന്നായിരിക്കും. അത് അനസ്തീഷ്യക്കും ഗുണമാണ്, ഹെർണിയ വീണ്ടും വരാതിരിക്കാനും ഗുണമാണ്. മാത്രമല്ല, ഹെർണിയയുടെ സർജറി ചെയ്ത് കഴിഞ്ഞ് കുറച്ച് നാൾ എന്തായാലും റെസ്റ്റ് എടുക്കും. നമ്മൾ റെസ്റ്റ് വേണ്ടെന്ന് പറഞ്ഞാൽ രോഗികൾ പൊതുവെ റെസ്റ്റ് എടുക്കും. അപ്പോൾ ആ ഒരു പീരീഡിൽ ഉണ്ടാകുന്ന വെയിറ്റ് ഗെയിനും കൂടെ ഒഴിവാക്കാൻ നമുക്ക് കോമ്പൻസേറ്റ് ചെയ്യാൻ സർജറിക്ക് മുമ്പായിട്ട് പറ്റുന്നവർ ഒരു 10 to 15% വെയിറ്റ് കുറച്ചാൽ വളരെ ഉചിതമായിരിക്കും. പിന്നീട് ലൈഫ് സ്റ്റൈൽ ഡിസീസസ്, ഷുഗർ, BP, തൈറോയ്ഡ്, ആസ്മ പോലുള്ള രോഗങ്ങളുള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഹെർണിയ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നെറ്റ് ഉപയോഗിച്ച് ചെയ്യുന്ന ഓപ്പറേഷനാണ്. അപ്പോൾ ഷുഗർ കൺട്രോൾ ആവാതെയാണ് ഇതിന് മുന്നോട്ടിറങ്ങുന്നതെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ നെറ്റിന് ഇൻഫെക്ഷൻ വരാനൊക്കെ ചാൻസ് ഉണ്ട്, ഷുഗർ കൺട്രോൾ ആയില്ലെങ്കിൽ. അപ്പോൾ ഷുഗർ കൺട്രോൾഡ് ആണെങ്കിൽ നെറ്റ് ഇൻഫെക്ഷൻ വരാതിരിക്കാനും മുറിവ് പഴുക്കാതിരിക്കാനൊക്കെ നല്ലതാണ്. അതുപോലെ തന്നെ പ്രഷർ കൺട്രോൾ ആയിരിക്കണം. പിന്നെ തൈറോയിഡിൻ്റെ മരുന്ന് കഴിക്കുന്നവർ, ചില ആളുകൾ മരുന്ന് ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കും, കുറേ മാസങ്ങളായിട്ട് ചെക്ക് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ എല്ലാ 3 മാസം കൂടുമ്പോൾ നമ്മൾ സാധാരണ TSH ചെക്ക് ചെയ്യാൻ പറയാറുണ്ട് തൈറോയിഡിൻ്റെ മരുന്ന് കഴിക്കുന്നവർ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നീട് ആസ്മ, അലർജി പോലുള്ള രോഗങ്ങളുള്ളവർ അത് സർജറിക്ക് മുമ്പായിട്ട് അതിൻ്റെ മെഡിസിൻ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് അത് കൺട്രോൾ ചെയ്യുക. പിന്നീട് പ്രത്യേകമായി എടുത്ത് പറയേണ്ട ഒരു രോഗമാണ് ക്രോണിക് കഫ്, അതായത് നിർത്താതെയുള്ള ചുമ. നിർത്താതെയുള്ള ചുമ കൂടുതൽ കാണുന്നത് പുകവലിക്കാരിലാണ്. ഈ നിർത്താതെയുള്ള ചുമ ശരിക്കും പറഞ്ഞാൽ ഹെർണിയ സർജറിക്ക് ദോഷമാണ്. അത് സർജറിയുടെ മുമ്പും സമയത്തും അതിന് ശേഷവും. പ്രത്യേകിച്ച് ശേഷം ഈ ചുമ ഇതേപോലെ തുടർന്നു പോവുകയാണെങ്കിൽ ഹെർണിയ വീണ്ടും വരാനുള്ള ചാൻസൊക്കെ ഉണ്ട്. അതുകൊണ്ട് അതിന് മുമ്പായിട്ട് തന്നെ നല്ല ഡോക്ടറെ കാണിക്കുകയും നന്നായിട്ട് കറക്റ്റായിട്ട് മരുന്ന് കഴിക്കുകയും അതിൻ്റെ പുകവലിയാണ് കാരണമെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുക, ആസ്മ പോലുള്ള രോഗങ്ങളാണ് അതിൻ്റെ കാരണമെങ്കിൽ അതും കൺട്രോൾ ചെയ്യുക. അപ്പോൾ നല്ലൊരു റിസൾട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നീട് ഒരു പ്രത്യേകം എടുത്തു വേണ്ട ഒരു കാര്യമാണ് പ്രായമായ ആളുകളിലുള്ള മൂത്രതടസ്സം. ഒരു 50 വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം കാരണം മൂത്രത്തിന് തടസ്സം വരാറുണ്ട്. പ്രായമായി വരുന്ന ആളുകളിൽ ഉണ്ടാകുന്ന ഹെർണിയയുടെ കൂടെ മിക്ക പേഷ്യൻസിൻ്റെ കൂടെ ഈ പ്രോസ്റ്റേറ്റിൻ്റെ വീക്കം കാണാറുണ്ട്. അൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അത് എത്രമാത്രം വീക്കമുണ്ട് എന്നും മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ എത്ര മൂത്രം കെട്ടി നിൽക്കുന്നുണ്ടെന്നും മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ
അത് സിഗ്നിഫിക്കൻ്റ് ആണെങ്കിൽ അതിൻ്റെ മരുന്ന് കൂടെ ഇതിന് മുമ്പ് ഓപ്പറേഷൻ മുമ്പ് കഴിച്ചു കഴിഞ്ഞാൽ ഓപ്പറേഷൻ സമയത്തും അതിന് ശേഷം ഉണ്ടാകുന്ന മൂത്രതടസ്സങ്ങളും പ്രയാസങ്ങളൊക്കെ ഒരു പരിധിവരെ നമുക്ക് നിയന്ത്രിക്കാനും അതുപോലെ തന്നെ ഹെർണിയ വീണ്ടും വരാതിരിക്കാനുള്ള ഒരു മുൻകരുതലായിട്ട് നമുക്കതിനെ എടുക്കാവുന്നതാണ്. പിന്നീട് പ്രത്യേകം എടുത്തു പറയേണ്ടത് ഹാർട്ട് ഡിസീസിൽ അറ്റാക്ക് വന്ന രോഗികൾ, അതുപോലെ സ്ട്രോക്ക് വന്ന രോഗികൾ, ഇവയൊക്കെ ആസ്പിരിൻ, ക്ലോപ്പിഡോഗ്രൽ തുടങ്ങിയിട്ടുള്ള രക്തം അലിയിക്കുന്ന മരുന്നുകൾ കഴിക്കുന്നവരായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള മരുന്നുകൾ കഴിക്കുന്ന ഡോക്ടറോട് പ്രത്യേകം പറയണം, അത് ഓപ്പറേഷൻ നിശ്ചയിക്കുന്ന സമയത്ത്. അങ്ങനെയുള്ള ആളുകൾക്ക് നമുക്ക് 5 days to 7 days മുമ്പായിട്ട് 5 മുതൽ 7 ദിവസം മുമ്പായിട്ട് നമുക്ക് ഇത്തരം മെഡിസിൻ നിർത്തേണ്ടി വരും. അത് രോഗിയുടെ ക്ലിനിക്കൽ കണ്ടീഷൻ അനുസരിച്ചാണ് തീരുമാനിക്കുന്നത്. അത് നിർത്തി അതിനനുസരിച്ചുള്ള പ്രിക്കോഷൻസ് എടുത്തു കഴിഞ്ഞാൽ ഓപ്പറേഷൻ സമയത്തുണ്ടാകുന്ന രക്തസ്രാവം തടയാനും അതുവഴി നല്ല റിസൾട്ട് കിട്ടാനും സഹായിക്കും. ഇത്രയും കാര്യം കേട്ടതിന് നന്ദി. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം. നമസ്കാരം. Aster MIMS Kottakkal, we will treat you well.